ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ വൈകുന്നതിൽ കോഴിക്കോട് കുറ്റ്യാടി ചൂരണിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ആനയെ മയക്കുവെടി വെക്കാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത്. മിഥിലാവാൻ കോഴിക്കോട് ജില്ല. മിഥില, കുറച്ചധികം ദിവസമായ ഒരു ആന അവിടെ ആളുകളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് പലരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. മയക്കുവെടി വെക്കാനുള്ള സംഘമൊക്കെ അവിടെയുണ്ട്. എന്തേ മയക്കുവെടി വെക്കാത്തത്? സുഹേൽ, ഈ ചോദ്യം തന്നെയാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളെല്ലാം തന്നെ ഇന്ന് രാവിലെ 6 മണി മുതൽ പ്രതിഷേധം ആരംഭിച്ചത്. ആ പ്രതിഷേധം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു കുട്ടിയാനയാണ്. ഈ ആന ഈ ജനവാസ മേഖലയിൽ തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വീടുകളിൽ നാശനഷ്ടം, കൃഷിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും അതുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഫോറസ്റ്റ് അധികൃതർ അവിടെ ഉണ്ട്. പക്ഷേ മയക്കുവെടി വെക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. നാളെ ആയിരിക്കും മയക്കുവെടി വെക്കാനുള്ള നടപടി ആരംഭിക്കുക എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ചൂരണി കടിയങ്ങാട് എന്ന ഭാഗത്ത് വെച്ച് ദമ്പതികൾക്ക് കരിങ്ങാട് എന്ന ഭാഗത്ത് വെച്ചിട്ട് വീട്ടുമുറ്റത്ത് വെച്ച് ദമ്പതികളെ ഈ ആന ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഈ ആന കുട്ടി ഈ ഒരു ജനവാസ മേഖലയിൽ എത്തി. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് കാരണമായത്, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ മയക്കുവെടി വെക്കാതെ അല്ലെങ്കിൽ ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റാതെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയാണ്. സ്വാഭാവികം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ദമ്പതികളെ ആക്രമിച്ചു, മറ്റൊരു ബൈക്കിലെത്തിയ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടാവുമ്പോഴും അവിടെ ഒരു വിദഗ്ധ സംഘമുണ്ട്. ഇതുപോലെ തന്നെ വനവകുപ്പിന്റെ ഒരു പ്രത്യേക സംഘം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ ആനയെ വെടിവെക്കുന്നതിലൊരു പ്രയാസം എന്ന് പറയുന്നതിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, കുട്ടിയാനയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ മയക്കുവെടി അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? സുഹേൽ, അത്തരമൊരു വിവരമൊന്നും ലഭ്യമല്ല. എന്തുതന്നെയായാലും കുട്ടിയാന നല്ല സജീവമാണ്. അതിപ്പോഴും ആ മേഖലയിൽ ജനവാസ മേഖലയിലാണുള്ളത്. ആ മേഖലയിൽ ചില വീടുകളിലെത്തി അല്ലെങ്കിൽ വീട്ടുമുറ്റത്തെല്ലാം എത്തി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് കൃത്യമായി മയക്കുവെടി വെക്കാത്തത് എന്ന ഒരു വിവരം ഇതുവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നില്ല. നാളെ ആയിരിക്കും മയക്കുവെടി വെക്കുക എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരം. മാത്രമല്ല, തൊട്ടിൽപ്പാലം പോലീസിന്റെ ഭാഗത്തും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരത്തിൽ ഒരു കുട്ടിയാന ഇവിടെ ഇറങ്ങിയെന്നറിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ആനയെ കാണാൻ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ ആരും തന്നെ ഇങ്ങോട്ട് എത്തരുത് എന്ന ഒരു ആവശ്യം തൊട്ടിൽപ്പാലം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തുതന്നെയാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 6 മണി മുതൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരത്തിലുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അവിടെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, CPM തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒരു ഉപരോധ സമരം നടത്തിയ ഒരു സാഹചര്യമുണ്ടായി. അതെല്ലാം തന്നെ ഈ ചൂരണിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എന്തുതന്നെയായാലും നിലവിൽ അവർ പ്രതിഷേധം തുടരുകയാണ്. ഈ കുട്ടിയാനയെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ അതിനെ അവിടെ നിന്നും മാറ്റാതെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ചൂരണിയിൽ നിന്നും പോകാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സുഹൈൽ, ഒരു നാടിന്റെ സ്വൈര ജീവിതത്തെയാണ് വട്ടം കറക്കുന്ന ഒരു കുട്ടിയാന. ആളുണ്ട്, വെടിവെക്കാൻ ആളുണ്ട്, തോക്കുണ്ട്, ഉണ്ടയുണ്ട്. പക്ഷേ മയക്കുവെടി മാത്രം ഇതുവരെ വെച്ചിട്ടില്ല. എന്തുകൊണ്ട് മയക്കുവെടി വെക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് നാട്ടുകാരുടെ